ഹായ് കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ്സിലെ മലയാളം സെക്കൻഡ് പാഠപുസ്തകത്തിലെ ടൊമോയിലെ കായികമേള എന്ന പാഠഭാഗത്തെ പ്രവർത്തനങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം കൂട്ടുകാർ പാഠഭാഗം നന്നായി വായിച്ചു നോക്കുക. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. വായിക്കാം, കണ്ടെത്താം, എഴുതാം. ടോമോ സ്കൂളിലെ കായികമേളയുടെ സവിശേഷതകൾ കണ്ടെത്തി എഴുതും. ഈ പ്രവർത്തനം നമുക്ക് ചെയ്തു നോക്കാം. സാധാരണ എലിമെൻ്ററി സ്കൂളിൽ കായികമേളയ്ക്ക് വടംവലിയും 3 കാലിയോട്ടവും മാത്രമാണ് ഉൾപ്പെടുത്തിയിരുന്നത്. ടോമോ എലിമെൻ്ററി സ്കൂളിലെ കായികമേളയ്ക്ക് ഇത് കൂടാതെ മറ്റു ചില കായിക മത്സരങ്ങളും കൊബയാഷി മാസ്റ്റർ കണ്ടുപിടിച്ചിരുന്നു. കായിക സാമഗ്രികളൊന്നും ആവശ്യമില്ലാത്ത മത്സരങ്ങളായിരുന്നു അവ. മീൻ വായിലൂടെയുള്ള ഓട്ടം ഉദാഹരണം. വടംവലി മത്സരത്തിൽ വടം ആഞ്ഞുവലിച്ച് ആർപ്പുവിളിയുമായി കൊബയാഷി മാസ്റ്ററും മറ്റ് അധ്യാപകരും കുട്ടികളോടൊപ്പം കൂടും. അതിൽ പങ്കെടുക്കാനാവാത്ത യാസുക്കി-ചാനെ പോലെയുള്ള കുട്ടികൾ മത്സരം നിയന്ത്രിക്കുന്ന ചുമതല ഏറ്റെടുക്കും. സ്കൂളിലെ മുഴുവൻ പേരും പങ്കെടുക്കുന്ന റിലേ ഓട്ടവും ടോമോയിൽ വ്യത്യസ്തമാണ്. ആദ്യമായി കായികമേളയിൽ പങ്കെടുക്കുന്ന ടോട്ടോ-ചാനെ പോലെയുള്ള കുട്ടികൾക്ക് മേള ആസ്വാദ്യകരമായിരുന്നു. തകാഹാഷി എന്ന ചെറിയ കുട്ടിയാണ് കൂടുതൽ സമ്മാനങ്ങൾ വാങ്ങിയത്. സമ്മാന വിതരണത്തിനും മാസ്റ്ററുടേതായ സവിശേഷ രീതികളുണ്ടായിരുന്നു. സമ്മാനമായി നൽകിയിരുന്നത് മത്തങ്ങയും ഉരുളക്കിഴങ്ങും ചീരയും ഒക്കെയായിരുന്നു. എല്ലാ തരത്തിലും ടൊമാറ്റോയിലെ കായികമേള ശ്രദ്ധേയമായിരുന്നു. അടുത്ത ചോദ്യം ടോമോയിലെ രീതികൾ. ഓരോ കുട്ടിയെയും പരിഗണിച്ചായിരുന്നു ടോമോയിലെ കായികമേള. എങ്ങനെയൊക്കെയാണ് കൊബയാഷി മാസ്റ്റർ ഓരോരുത്തരെയും പരിഗണിച്ചിരുന്നത്? കൊബയാഷി മാസ്റ്ററുടെ ഈ സവിശേഷ രീതിയെക്കുറിച്ച് ചർച്ച ചെയ്യൂ. നിങ്ങളുടെ കണ്ടെത്തലുകളെല്ലാം ചേർത്ത് കുറിപ്പ് തയ്യാറാക്കുമല്ലോ. ടോമോ എലിമെൻ്ററി സ്കൂളിലെ കായികമേളയിൽ ഓരോ കുട്ടിയെയും പ്രത്യേകം പരിഗണിക്കുന്ന രീതിയാണ് കൊബയാഷി മാസ്റ്റർ സ്വീകരിച്ചത്. മത്സരത്തിൽ വിജയിച്ചതിനേക്കാൾ പ്രധാനം പങ്കെടുക്കുന്നതാണ് എന്ന് അദ്ദേഹം കുട്ടികളെ ബോധ്യപ്പെടുത്തിയിരുന്നു. ഇത്തിരിയോളം പോന്ന കൈകാലുകളുള്ള തകാഹാഷിയെപ്പോലുള്ളവരെയും പരിഗണിക്കുന്നതിൽ മാസ്റ്റർ ശ്രദ്ധിച്ചു. ആത്മവിശ്വാസം കുറഞ്ഞവർക്ക് വിശ്വാസം പകർന്നു കൊടുക്കാൻ ഈ രീതി സഹായിച്ചു. കളികളിൽ നേരിട്ട് പങ്കെടുക്കാത്ത യാസുക്കി-ചാനെ പോലുള്ള കുട്ടികളെ മത്സരം നിയന്ത്രിക്കുന്ന ചുമതല ഏൽപ്പിച്ചു. ഒരുമിച്ച് ചേർന്ന് ഉത്സവം ആഘോഷിക്കുന്നത് പോലെയായിരുന്നു ടോമോയിലെ കുട്ടികൾ കായികമേളയിൽ പങ്കെടുത്തിരുന്നത്. കായിക സാമഗ്രികളൊന്നുമില്ലാതെ ലഭ്യമായ സൗകര്യത്തിലാണ് മത്സരങ്ങൾ നടത്തിയിരുന്നത്. എല്ലാവരെയും പങ്കെടുപ്പിക്കുന്നതിൽ മാസ്റ്റർ ശ്രദ്ധിച്ചിരുന്നു. മാസ്റ്റർ കുട്ടികളോടൊപ്പം എല്ലാറ്റിനും മുന്നിൽ നിന്നു. അടുത്ത ചോദ്യം രസികൻ പ്രയോഗങ്ങൾ. പാഠം വായിച്ചപ്പോൾ രസകരമായ ചില വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. മിന്നൽ വേഗത്തിൽ തകാഹാഷി അവരെ കടന്നു മുകളിലേക്ക് പോയി. ഇവിടെ അടിവരയിട്ട ഭാഗം നോക്കൂ. വളരെ പെട്ടെന്ന് എന്ന് പറയാനാണ് മിന്നൽ വേഗത്തിൽ എന്നു പ്രയോഗിച്ചിരിക്കുന്നത്. ഒരു വാക്യം കൂടി. കരിമീൻ തടിയാൻ ജീവനുള്ളതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകിയാടാൻ തുടങ്ങും. സാധാരണ പറയുന്ന രീതിയിലല്ലാതെ ഇതുപോലെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ധാരാളം വാക്യങ്ങൾ ഈ പാഠത്തിലുണ്ട്. അവ കണ്ടെത്തി എഴുതൂ. നീളക്കൂടുതലുള്ളവരോ മുറം പോലെ പരന്ന കാലുകളുള്ളവരോ ആണെങ്കിൽ വെള്ളം കുടിച്ചത് തന്നെ. ദാഹശമനത്തിന് വെള്ളം കുടിക്കുക എന്നാണ് ഈ പ്രയോഗത്തിന്റെ ശരിയായ അർത്ഥം. എന്നാൽ ഇവിടെ ബുദ്ധിമുട്ടുക എന്ന അർത്ഥത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത്. അടുത്തത് മറ്റുള്ളവർ കരിമീൻ തടിയന്റെ വയറ്റിൽ കിടന്നു നട്ടം തിരിയുമ്പോൾ തകാഹാഷി നൊടിനേരം കൊണ്ട് പുറത്തെത്തുകയായി. മുന്നോട്ടു പോകാനാകാതെ പ്രയാസപ്പെടുക എന്നാണ് ഈ പ്രയോഗത്തിന്റെ ശരിയായ അർത്ഥം. ഒരു വഴിയുമില്ലാതെ ഗതികെടുക എന്ന അർത്ഥത്തിലാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. ചേരുമ്പോഴും പിരിയുമ്പോഴും. ഒരപൂർവത എന്ന വാക്ക് നോക്കൂ. ഒരു അപൂർവത എന്നീ 2 പദങ്ങൾ ചേർന്നിരിക്കുന്നു. ഇങ്ങനെ 2 വാക്കുകൾ ചേർത്ത് ഒറ്റ വാക്കാക്കി എഴുതിയ മറ്റു പദങ്ങൾ പാഠത്ത് നിന്ന് കണ്ടെത്തൂ. അവയെ മുകളിൽ കൊടുത്ത രീതിയിൽ വെവ്വേറെ വാക്കുകളാക്കി എഴുതുകയും വേണം. മറ്റെന്തിനും. മറ്റ് എന്തിനും. കട്ടിയേറിയ
കട്ടി ഏറിയ, ദൈർഘ്യമേറിയ, ദൈർഘ്യം ഏറിയ, സമയമൊന്നും, സമയം ഒന്നും, അവർക്കത്, അവർക്ക് അത്, പങ്കെടുക്കാനാവാത്ത, പങ്കെടുക്കാൻ ആവാത്ത, തിരിച്ചിറങ്ങുക, തിരിച്ച് ഇറങ്ങുക. അടുത്തത് മത്സരങ്ങളല്ലാത്ത കളികൾ. ടോമോയിലും നമ്മുടെ സ്കൂളിലും നടക്കുന്ന കായികമേളകളും മറ്റും പല കളികളും മത്സരങ്ങളാണ്. അവയിൽ ജയവും തോൽവിയും ഉണ്ട്. നിങ്ങൾ ജയവും തോൽവിയും ഇല്ലാത്ത കളികൾ കളിക്കാറുണ്ടോ? അങ്ങനെയുള്ള ചില കളി അനുഭവങ്ങൾ പരിചയപ്പെടാം. കണ്ണുകെട്ടിക്കളി. കളിക്കുന്നവരുടെ കണ്ണു കെട്ടിക്കൊണ്ടുള്ള ഒരു കളിയാണ് കണ്ണുകെട്ടിക്കളി. എല്ലാവരുടെയും കണ്ണ് മുറുകെ കെട്ടുക. തലവനായി ഒരാൾ വേണം. അയാൾ ഒരു മണിയും കുലുക്കിക്കൊണ്ട് അവരുടെ ചുറ്റിലും പലപ്പോഴും ഇടയിൽ കൂടിയും ഓടി നടക്കും. മണിയും കുലുക്കി ഓടുന്ന തലവനെ കുട്ടികൾ പിടിക്കണം. പിടിക്കുന്ന കുട്ടിക്ക് കെട്ടഴിച്ചു വെളിയിൽ പോകാം. അടുത്തത് നൊണ്ടിക്കളി. കളിസ്ഥലത്ത് സമചതുരത്തിൽ കളിക്കളം വരയ്ക്കണം. ഈ കളിക്കളത്തെ 2 ഭാഗമാക്കി നടുക്ക് മറ്റൊരു വരയും വരയ്ക്കണം. കളിക്കാർ 2 ടീമുകളായി തിരിഞ്ഞ് വരയ്ക്ക് ഇരുവശവുമായി നിൽക്കണം. കളി ആരംഭിച്ചാൽ ഒരു ടീമിൽ നിന്നും ഒരു കുട്ടി ഒരു കാൽ മടക്കി ഒറ്റക്കാലിൽ ചാടിക്കൊണ്ട് മറുഭാഗത്തുള്ളവരെ തൊടാൻ ശ്രമിക്കണം. തൊട്ട ആ ആൾ പുറത്താകും. ഒറ്റക്കാലിൽ ചാടുന്ന ആളിന്റെ മടക്കിയ കാൽ നിലത്ത് മുട്ടിയാൽ ആ കുട്ടിയും കളിയിൽ നിന്ന് പുറത്താകും. അടുത്ത കളിയിൽ എതിർ ടീമിലെ കുട്ടി ഒറ്റക്കാലിൽ ചാടണം. ഇങ്ങനെ ഇരു ടീമുകളും മാറി മാറി കളി തുടരാം. അപ്പോൾ ടോമോയിലെ കായികമേള എന്ന പാഠഭാഗത്തെ പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്കും തരണേ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.